ഹായ്, എല്ലാവർക്കും ചായ സുജി കലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇണ്ടരിയപ്പാണ്. അതിന് വേണ്ട സാധനം എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ കുതിർത്തി വെച്ചാണത്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 1 കപ്പ് അരിപ്പൊടി, 20 ചെറിയ വെളുത്തുള്ളി, വേപ്പില ആവശ്യത്തിന്, ഉപ്പ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉഴുന്ന് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അതുപോലെ തന്നെ തേങ്ങ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഉഴുന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. അധികം ഫൈൻ ആക്കിയിട്ടില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി മിക്സിങ് ചെയ്യാം എല്ലാതും കൂടി. ആദ്യം ഞാനിവിടെ അരിപ്പൊടി ഇടുന്നുണ്ട്. ഉഴുന്നും പരിപ്പ് അരച്ചത്, തേങ്ങ അരച്ചത്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, നമുക്ക് ഒരു തരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഇഡ്ഡലിയുടെ മാവിൻ്റെ പരുവത്തിന് വേണം നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് ആദ്യം ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇനി നമ്മുടെ ചെറിയുള്ളിയും വേപ്പിലയും ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് വാട്ടണം. അപ്പം അതിനു വേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ആദ്യം ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കണം. അതുപോലെ തന്നെ വേപ്പിലയും കൂടി അതിന് കൂടി ഇട്ട് ഒന്ന് വാട്ടുക. അപ്പൊ നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഇത് ദോശ പോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ട് സൈഡ് മൊരിയുമ്പോൾ നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമുക്കത് മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ വേവിക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് മറച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായിട്ട് വേവുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. ഇത് വെന്തോന്ന് നോക്കാം. ആയിട്ടില്ല. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഇത് വെന്തിട്ടുണ്ടോന്ന്. ഇതായി വരുന്നുണ്ട്. നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ അടുത്ത
ഭാഗം കൂടി വേവുമ്പോൾ നമുക്ക് ഇത് പാനിൽ നിന്ന് എടുത്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എണ്ണ കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാനിവിടെ തരി എണ്ണ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 2 ഭാഗവും വെന്തിട്ടുണ്ട്. 1 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇപ്പോൾ സ്വാദിഷ്ടമായ ഇണ്ടറിയപ്പം തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു 4 മണി പലഹാരമാണത്. അപ്പോൾ അടുത്തൊരു ഡിഷുമായി ഇനി നാളെ കാണാം.